നിങ്ങളുടെ കയ്യിലുള്ള പണം വെറും കടലാസാണോ? അതോ അത് മറ്റൊരാളുടെ ജീവിതമാണോ? പണമുണ്ടാക്കാൻ നമ്മളെല്ലാവരും ഓടുന്നുണ്ട്. പക്ഷേ ആ പണം നമ്മളെക്കാൾ വലുതാകാൻ അനുവദിക്കണോ? ഒരു മനുഷ്യന്റെ അഹങ്കാരത്തേക്കാൾ മൂല്യം 1000 പേരുടെ 1 രൂപയ്ക്കുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു മഹാമനീഷിയുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ. പണം എങ്ങനെ സമ്പാദിക്കണമെന്നല്ല, അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അദ്ദേഹം നമ്മോട് പറഞ്ഞത് കേട്ടാൽ നിങ്ങളുടെ സാമ്പത്തിക ചിന്താഗതി തന്നെ മാറിപ്പോകും. പണത്തോടുള്ള നമ്മുടെ മനോഭാവത്തെ മാറ്റിമറിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ആ കഥയിലേക്ക് നമുക്കൊന്നു പോകാം. ഒരിക്കൽ ഗുരുദേവൻ ഒരു വിദ്യാലയം സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ വലിയ ധനികനായ ഒരാൾ ഗുരുവിനെ സമീപിച്ച് വലിയൊരു തുക സംഭാവനയായി നൽകാൻ തയ്യാറായി. പക്ഷേ അദ്ദേഹത്തിന് ഒരു നിബന്ധനയുണ്ടായിരുന്നു. ആ കെട്ടിടത്തിന്റെ മുൻപിൽ തന്റെ പേര് വലുതായി കൊത്തിവെക്കണം. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് ആ പണം നിരസിച്ചു. എന്നിട്ട് അവിടെയുണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, പണം നൽകുന്നവന്റെ അഹങ്കാരം കെട്ടിടത്തിൽ തൂങ്ങിക്കിടന്നാൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വിനയം പഠിക്കാൻ കഴിയില്ല. നമുക്ക് വേണ്ടത് ഒരാളുടെ വലിയ തുകയല്ല, മറിച്ച് 1000 പേരുടെ 1 രൂപയാണ്. പണത്തെക്കുറിച്ച് ഗുരുദേവൻ മുന്നോട്ടുവെച്ച ഏറ്റവും വലിയ ലോജിക് കൂട്ടുത്തരവാദിത്തം എന്നതായിരുന്നു. ഒരാൾ തരുന്ന വലിയ നിധിയേക്കാൾ ഒരുപാട് പേർ ചേർന്നു നൽകുന്ന ചെറിയ തുകകൾക്കാണ് മൂല്യം കൂടുതലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരാൾ മാത്രം പണം നൽകുമ്പോൾ അവിടെ അധികാരം വരുന്നു. എന്നാൽ എല്ലാവരും ചേർന്ന് പണം നൽകുമ്പോൾ അത് ആ നാടിന്റെയോ ആ സമൂഹത്തിന്റെയോ സ്വന്തമായി മാറുന്നു. പണമില്ലാത്തവനും 1 രൂപ നൽകുമ്പോൾ ആ സംരംഭത്തിൽ തനിക്കും പങ്കുണ്ടെന്ന ബോധ്യം വരുന്നു. നമ്മളിന്ന് പണം സമ്പാദിക്കുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഗുരു പഠിപ്പിച്ചത് പണം ഒഴുകുന്ന പുഴ പോലെയാകണം എന്നാണ്. ഒരിടത്ത് കെട്ടിനിൽക്കുമ്പോൾ അത് ദുർഗന്ധം വമിക്കും. എന്നാൽ അത് സമൂഹത്തിലൂടെ ഒഴുകുമ്പോഴാണ് നാട് പച്ചപിടിക്കുന്നത്. എന്റെ പണം എന്റെ ഇഷ്ടം എന്ന ചിന്താഗതി മാറി എന്റെ സമ്പാദ്യം എന്റെ സമൂഹത്തിന് എത്രത്തോളം ഗുണകരമാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സമ്പന്നരാകുന്നത്.